ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ്. നിങ്ങളൊക്കെ ഓണപരീക്ഷയുടെ തിരക്കിലായിരിക്കുമല്ലേ? എന്നാൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ ഉപകാരപ്രദമായ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചാലോ? എന്തായാലും ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോയം അപ്രീസിയേഷൻ. ആ പോയം അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് പൊതുവായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ, ഏത് കവിതയെ കുറിച്ച് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ അത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് അത് പഠിച്ചിട്ട് പോയാൽ ആ ഒരു മാർക്ക്, അതായത് ആ പോയം അപ്രീസിയേഷൻ നമുക്ക് ലഭിക്കുന്ന മാർക്ക് എത്രയാണോ ആ മാർക്ക് നമുക്ക് കൺഫേം ആണ്. എന്നാൽ ആ ഒരു ആൻസറിന്റെ രൂപം ഒന്ന് നോക്കിയാലോ? ഇവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം പോയം അപ്രീസിയേഷൻ. എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആദ്യത്തെ സെന്റൻസിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗം ഇവിടെ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കവിതയുടെ പേരും കവിയുടെ പേരും. ഏതായാലും നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. അതിൽ ഒന്നോ രണ്ടോ കവിതകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ കവിതയുടെ, ആ പോയത്തിന്റെ ടൈറ്റിലും അതിന്റെ റൈറ്റർ, അതായത് പോയറ്റ് ആരാണ്, ആ കവിതയുടെ കവി, എഴുതിയ ആൾ, അദ്ദേഹത്തിന്റെ പേരും നിങ്ങൾ കൃത്യമായി പഠിച്ച് വരണം. എന്നാൽ നിങ്ങൾക്ക് ഇത് ഈസിയായി എഴുതാവുന്നതാണ്. അതായത് ആദ്യം കവിതയുടെ പേര് എഴുതി കൊടുക്കുക. കവിതയുടെ പേര് നാച്ചർ എന്നാണെങ്കിൽ നാച്ചർ വാസ് റിട്ടൺ. ഓക്കെ, കവിതയുടെ പേര്, അല്ലെങ്കിൽ തുടക്കത്തിൽ ദ പോയം നാച്ചർ വാസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ കവിതയുടെ പേര് തുടക്കത്തിൽ കൊടുക്കുക. എന്നിട്ട് അതിൽ കാണുന്നത് പോലെ വാസ് റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ്, ആ കവിയുടെ പേര് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, കവിയുടെ പേര് ടി എസ് എലിയറ്റ് എന്നാണെങ്കിൽ ടി എസ് എലിയറ്റ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഷേക്സ്പിയർ എന്നാണെങ്കിൽ ഷേക്സ്പിയർ, അതവിടെ പൂരിപ്പിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഒരു സെന്റൻസ് നോക്കാം. ദിസ് ഈസ് എ ഗുഡ് പോയം. ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന, അല്ല, ഏത് പോയത്തെ കുറിച്ച് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു നല്ലൊരു സെന്റൻസ് ആണ് ദിസ് ഈസ് എ ഗുഡ് പോയം. അത് ആർക്കും എഴുതാം, അല്ലെ? സിമ്പിൾ സെന്റൻസ് ആണ്. അടുത്ത സെന്റൻസും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഫേമസ് പോയംസ് ഓഫ് ദ പോയറ്റ്. ആ കവിയുടെ ഒരുപാട് നല്ല പോയം കവിതകളിൽപ്പെട്ട ഒരു കവിതയാണ് ഈ കവിത. ദ പോയറ്റ് ടെൽസ് ഇൻ ദ പോയം അബൌട്ട്. ഓക്കെ, അവിടെ ദ പോയറ്റ്, ഈ കവി, ടെൽസ് പറയുന്നു, ഇൻ ദ പോയം, ഈ പോയത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എബൌട്ടിന് ശേഷം അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. അതായത് നാച്ചർ എന്നുള്ള ഹെഡിങ് ആണ് ഈ കവിതയുടെ ടൈറ്റിൽ എങ്കിൽ അത് തന്നെ ഇവിടെ എഴുതി കൊടുത്താൽ മതി, എബൌട്ട് നാച്ചർ. ഓക്കെ, അപ്പൊ പലപ്പോഴും ഒരു കവിതയുടെ ടൈറ്റിൽ ഹെഡിങ് എന്താണോ ആ ഹെഡിങ്ങിനെ കുറിച്ചായിരിക്കും അതിലെ കണ്ടന്റ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ വിട്ട ഭാഗത്ത് ആ കവിതയുടെ പേര് തന്നെ എഴുതി കൊടുത്താൽ മതി. അടുത്ത സെന്റൻസ്, ദിസ് പോയം ഹാസ് എ ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ. എന്തായാലും ഒരു കവിതയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. കാരണം അതൊരു പീസ് ഓഫ് ആർട്ടാണ്, ഒരു കലാരൂപമാണ്. അതുകൊണ്ട് ആ സെന്റൻസ് നമുക്ക് കണ്ണടച്ച് എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. സോ ഇറ്റ് അട്രാക്ട്സ് ദ റീഡേഴ്സ്. അതുകൊണ്ട് തന്നെ വായനക്കാർക്ക് വളരെ ആകർഷണീയത നൽകുന്ന പോയമാണിത്. ദിസ് പോയം കണ്ടെയ്ൻസ് ഡാഷ് ലൈൻസ് ആൻഡ് ഡാഷ് സ്റ്റാൻസസ്. ഓക്കെ, അപ്പോ ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ പൂരിപ്പിക്കാനുണ്ട്. ഒരിടത്ത് എത്ര ലൈനാണ് ഉൾക്കൊള്ളുന്നത്, അടുത്തടുത്ത് എത്ര ഗണ്ണികളാണ്. ഓക്കെ, ഇപ്പൊ ഒരു സ്റ്റോറിയൊക്കെ പാരഗ്രാഫ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പോയം ആണെങ്കിൽ ചിലപ്പോൾ അതൊരു ഗണ്ണികളായിട്ട് ഒരു ചില കുറച്ച് വരികളുടെ കൂട്ടമായിട്ടാണ് ഉണ്ടാവുക. ചിലത് 4 വരികളിൽ ഒതുങ്ങുന്ന ഒരു 5 സെറ്റുകൾ, ഇല്ലെങ്കിൽ 5 വരികളിൽ ഒതുങ്ങുന്ന 6 സെറ്റുകൾ, ഇല്ലെങ്കിൽ 8 വരികളിൽ ഒതുങ്ങുന്ന 2 സെറ്റുകൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഒരു സെറ്റിനെ പറയുന്നത് സ്റ്റാൻസ എന്നാണ്. ഓക്കെ, അപ്പൊ എത്ര സ്റ്റാൻസകൾ ഉണ്ട്, ഇതുപോലെ എത്ര വരികളുണ്ട്, അത് അവിടെ നിങ്ങൾ നമ്പർ മാത്രം ജസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ദിസ് പോയം ഈസ് എ ട്രൂ വർക്ക് ഓഫ് ആർട്ട്. അത് ഏത് കവിതയെ കുറിച്ച് ചോദിച്ചാലും എഴുതാം. ദ പോയം ടച്ചസ് ദ ഫീലിംഗ്സ് ഓഫ് ദ റീഡേഴ്സ്. ഈ സെന്റൻസും
അതുപോലെ തന്നെയാണ് വായനക്കാരുടെ ഫീലിങ്സുകളെ ടച്ച് ചെയ്യുന്ന അല്ലെ പോയമാണ് ഈ പോയം. അതുപോലെ ദ പോയറ്റ് യൂസ്ഡ് സം പോയറ്റിക് ഡിവൈസസ്. നിങ്ങൾക്ക് പോയറ്റിക് ഡിവൈസസ് എന്നത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അതായത് പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു കഥ എഴുതുന്ന രീതിയിലല്ല കവിത എഴുതാറുള്ളത്. ഒരുപാട് അതിൽ ഭംഗിയുള്ള വാക്കുകളും അതുപോലെ ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒരുപാട് രീതിയിലുണ്ട്. സിമിലി, മെറ്റഫർ, ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെ അല്ലിട്രേഷൻ, അസോണൻസ്, പേഴ്സോണിഫിക്കേഷൻ, ഇതൊക്കെ പോയറ്റിക് ഡിവൈസുകളാണ്. അതായത് കവിതയെ ഭംഗി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗ രീതികളാണ്. അപ്പോ ഈ കവിതയിൽ ഏതെല്ലാം പദപ്രയോഗ രീതികൾ, അലങ്കാരിക പ്രയോഗങ്ങൾ കവി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്യണം, എന്തായാലും ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കവിതയാണെങ്കിൽ അതിൽ സിമിലി ഉണ്ടാവും, മെറ്റഫർ എന്തായാലും ഉണ്ടാവും, അല്ലിട്രേഷനും ഉണ്ടാവും, അസോണൻസും ഉണ്ടാവും, പേഴ്സോണിഫിക്കേഷൻ ചിലപ്പോ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റത്തെ സെന്റൻസും ദ പോയറ്റ് യൂസ്ഡ് സം പോയറ്റിക് ഡിവൈസസ് ലൈക്ക് എന്ന് എഴുതിയിട്ട് അതിനുശേഷം 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ആ കവിതയിൽ എന്തൊക്കെയുണ്ട് അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എന്തായാലും മെറ്റഫറും അലിട്രേഷനും അസണൻസും ഏതായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്കി സിമിലിയും പേഴ്സോണിഫിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ പോയം അപ്രീസിയേഷനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ചാൽ ഈ ഒരു കൃത്യമായി ഡിസൈൻ ചെയ്ത ഈ ഒരു ആൻസർ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഏത് പോയത്തിനെ കുറിച്ച് ചോദിച്ചാലും ഈ ഒരു ആൻസർ എഴുതി വെച്ചാൽ മതി. അതിന് ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ അതിനിക്ക് മുഴുവൻ മാർക്ക് കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം എക്സാം ടിപ്പുകൾ ഇനിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. See you soon.